വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസമാണല്ലേ. അപ്പോൾ ഇനി കയ്യിലുണ്ടാകുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഓണത്തിനായിട്ട്. അപ്പോൾ ഇന്നൊരു ഓണ വിഭവമാണെന്ന് വിചാരിച്ചു. ഓണ വിഭവമല്ല, ഓണ സ്നാക്കാന്ന് വിചാരിക്കും. നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ നമ്മൾ കായ വറുത്തത്, ശർക്കര വരട്ടി അതിൻ്റെ കൂടെയൊക്കെ വെക്കുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുമ്പ് കായ വറുത്തത് അല്ലെങ്കിൽ വാഴക്ക വറുത്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തൊരു ഷോർട്സിലായിട്ട് ഇട്ടാണ്, അത് കാണാത്തൊരു കാണുക. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൊടവട്ടയ്ക്കാണ്. ഇതിന് കൊടവട്ടയ്ക്ക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇതിനെങ്ങാണ്ട് കളിയുടയ്ക്ക അങ്ങനെയൊക്കെ എന്താണ് ഷീട അങ്ങനെയൊക്കെ എന്താണ് പറഞ്ഞത്. പക്ഷേ ഞാനത് കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ പറയുന്നത് കൊടവട്ടയ്ക്ക എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് അരി നേരത്തെ തന്നെ അരയ്ക്കാൻ വേണ്ടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഒരു 4-5 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് തേങ്ങയിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അരി എല്ലാവരും നേരത്തെ കുതിർത്ത് വെക്കാൻ ശ്രമിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കാവുള്ളൂ. അത് സെറ്റായി വന്നാൽ മാത്രമേ അതിനകത്ത് എല്ലാം പിടിച്ച് നല്ലൊരു ഇതിൽ വരുള്ളൂ. എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ നമ്മൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞ് ബോൾസായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ബോൾസായിട്ട് എടുക്കുക. വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ വേവാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ കഴിക്കുന്നത്. എനിക്ക് പണ്ടേ ഈ സാധനം ഇഷ്ടമല്ല, പക്ഷേ ഇപ്പം ഞാൻ കഴിക്കും. ആദ്യമായിട്ട് ഇതിപ്പം ഒരിടയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിപ്പോയി. നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിപ്പോയി. എന്തായാലും ഇപ്രാവശ്യം സക്സസ് ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ കുറച്ച് ഉരുട്ടി, അത് കഴിഞ്ഞിട്ട് എണ്ണ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഞാനും അതിങ്ങനെ ഉരുട്ടി കുറേ സമയം എടുക്കും. നമ്മളതിങ്ങനെ ഉരുട്ടി എടുക്കും. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഉരുട്ടി കുറേ നേരം നമ്മളിങ്ങനെ വെച്ചു. ചിലതൊക്കെ നമ്മൾ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എന്നാലും ഒരുപാട് വലിപ്പം ഉണ്ടാവരുത്, നമ്മുടെ പിടിയുടെ അത്രയൊന്നും വലിപ്പം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും കുഞ്ഞിതാക്കാൻ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ അങ്ങനെ കുഞ്ഞായിട്ട് ബോൾസായിട്ട് ഇങ്ങനെ എടുക്കുക. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ചിലവർ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്കിത് ഉരുട്ടി എല്ലാം സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. അങ്ങനെ എല്ലാം നല്ല ചെറിയ ബോൾസാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് എണ്ണയ്ക്ക് തിളഞ്ഞ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മേത്ത് തെറിക്കാനും പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പയ്യെ ഇടുവാണെങ്കിൽ, എന്നിട്ടും സ്പൂണിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിത്തെറിക്കും. അങ്ങനെ അതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇത് ഓരോ ട്രിപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ സ്നാക്കുകളും കാര്യങ്ങളും ഓണത്തിന് എന്താ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേറെ സ്നാക്കായിട്ടൊന്നുമില്ല, ഇനി കുറേ കറികൾ അത് ഓണമാകുമ്പോഴത്തേനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്നാക്കായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നില്ല. ശർക്കര വരട്ടി നമ്മൾ മേടിക്കുകയാണ്. ശർക്കര വരട്ടി നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നില്ല, എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ശർക്കര വരട്ടിയുടെ റെസിപ്പിയും വീഡിയോസൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇനി സ്നാക്കായിട്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. വേറെ സ്നാക്കല്ല, കറികളുടെ കുറച്ച് വീഡിയോസ്. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു അത്തം പത്ത് രുചി പോലെ ഒരു സീരീസ് പോലെ നമുക്ക് ഷോർട്സായിട്ട് ഇടണമെന്ന്. പക്ഷേ അമ്മ ഇവിടെ ഇരിക്കുന്നില്ലാത്തതുകൊണ്ട്, എനിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ഇടണ്ടാന്ന് വിചാരിച്ചു. എന്നാലും ഉണ്ടാക്കുന്ന ചില കറികളും കാര്യങ്ങളും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ, ഉറപ്പായിട്ടിടും. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വേവില്ല.
പുറം മൊത്തം കരിഞ്ഞും പോകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അകം വേവില്ല. ആദ്യം ഇട്ടത് അകം വെന്തില്ല, പിന്നെ നമ്മൾ രണ്ടാമത് പിന്നെ ഇട്ടാണ് വേവിച്ചത് വറുത്തെടുത്തത്. അപ്പോൾ ദേ അങ്ങനെ ഏകദേശം അത് സെറ്റായി ഒരു ട്രിപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കോരി മാറ്റി വയ്ക്കാം, വെണ്ണ വാർന്നു പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ദേ അടുത്ത ട്രിപ്പ് നമ്മൾ ഇടാൻ തുടങ്ങുക കേട്ടോ. അത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി അടുത്ത ട്രിപ്പ് നമുക്കിടാം. ഇങ്ങനെ ഓരോ ട്രിപ്പ് നമ്മളിങ്ങനെ ഇടും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓണത്തിന് ഇതെടുക്കും, നമ്മൾ സദ്യയുടെ കൂടെ വെക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ദേ എല്ലാം വറുത്ത് കോരി സെറ്റാക്കി വെച്ചു. ഇത് കുറച്ചേ ഉള്ളൂ, ഞാൻ കുറച്ച് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ പിന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ജസ്റ്റ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ പിന്നെ ഓണയ്ക്കാകുമ്പോഴത്തേനും ഓണാവാൻ കുറച്ച് ദിവസം 2-3 ദിവസം കൂടി ഉള്ളൂ. എന്നാലും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല, ഇത് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് മാത്രം നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.